ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ നോർമൽ ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ക്രിസ്മസും ന്യൂ ഇയറൊക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ ഇത് രാവിലെ തന്നെ അമ്മമാർ ചേട്ടന്മാരൊക്കെ എഴുന്നേറ്റ് അവരുടെ ടോസ്റ്റ് ഉണ്ടാക്കി കഴിക്കുന്നു. ഒരാൾ കോൺഫ്ലെക്സ് എടുത്ത് കഴിക്കുന്നു. അവർ തന്നെ ചെയ്തോളൂ എല്ലാവരും. നമ്മൾ ഹെൽപ്പൊന്നും ചെയ്യാനൊന്നും നിൽക്കണ്ട. സ്കൂളിൽ പോകാൻ റെഡിയായാ? മടിയല്ലേ? ടയേർഡല്ലേ? എന്നും സ്കൂളിൽ ഇല്ലാത്ത കാരണം കൊണ്ടേ കുറേ നേരം ഉറങ്ങി ഇന്നിപ്പോൾ രാവിലെ എനിക്കിപ്പോൾ ഭയങ്കര മടിയാണ്. എന്തായാലും ഇനിയിപ്പോൾ അങ്ങനെ പോകണമല്ലോ. മരിയും രാവിലെ തന്നെ എഴുന്നേറ്റ് കേട്ടോ. സാധാരണ വൈകാറുള്ളതാണ്. എന്നിപ്പോൾ മറിയും എഴുന്നേറ്റ് വന്നു തന്നെ. ഗിഡ്ഗിളായിട്ടല്ലേ? ഗിഡ്ഗിളായോ? വൈക്കാളിയാ. മഴയുണ്ടെങ്കിൽ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ബ്ലെൻഡ് ചെയ്ത് എടുത്തു. ട്യൂബ് ഫീഡാണ് നോർമൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ കൊടുക്കുന്നത്. കാരണം അവളിരുന്ന് കഴിക്കത്തില്ല. അപ്പോൾ ഇത് പെഗ് ഫീഡ് ചെയ്യണം അവൾക്ക്. ഇപ്പം ഞാൻ ഇത് വീറ്റാബിക്സും പിന്നെ ഞാനൊരു കഷ്ണം ആപ്പിളും കൂടി ഇട്ടടിച്ചതാണ് അവൾക്ക് കൊടുക്കുന്നത് രാവിലെ തന്നെ. മരിയൻ്റെ ബ്ലെൻഡഡ് ഫുഡൊക്കെ ഞാനെടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ അവൾക്ക് ഇവിടെ പെപ്പാപ്പിക്ക് വെച്ച് കൊടുത്തുകൊണ്ടാണ് ഞാൻ ഫുഡ് കൊടുക്കുന്നത്. രാവിലെ തന്നെ ഓർലി കഴിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷേ സ്കൂളില്ലാത്തപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ഫുഡ് പുട്ടും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ല, തൊണ്ടവേദനയൊന്നും ഇല്ലെങ്കിൽ അവൾ കഴിച്ചോളൂ. അതൊക്കെ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിൽ ഇപ്പോൾ രാവിലെ തന്നെ എന്ത് വായിൽ വെച്ച് കൊടുത്താലും അവിടെ തന്നെ ഇരിക്കത്തുള്ളൂ. അവൾ അത് ഇറക്കാനൊന്നും ശ്രമിക്കില്ല. അങ്ങനെ 9:30 ആവും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ്. പിന്നെ ഒരു സ്കൂൾ ഫ്ലെക്സിബിളാണ്. അങ്ങനെ അതായത് കടുകെട്ട് നിയമങ്ങളൊന്നുമില്ല. കാരണം എല്ലാ കുട്ടികളും സ്പെഷ്യൽ നീഡ്സ് ആയിട്ടുള്ള കുട്ടികളല്ലേ, സ്പെഷ്യൽ സ്കൂളാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല പിള്ളേർക്കും അവരുടെ അവസ്ഥകൾ വ്യത്യാസപ്പെടാമല്ലോ. കാരണം ചിലപ്പോൾ സീഷേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ ടോയ്ലറ്റിംഗ് ആയിരിക്കാം, ചിലപ്പോൾ ഇവർ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല, അപ്പോൾ വൈകി എണീക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യം സ്കൂൾ ടൈം 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തെങ്കിലും നമ്മൾ ലേറ്റായിട്ട് ചെയ്തെന്ന് വെച്ചുകൊണ്ട് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നോർമൽ സ്കൂളിൽ അങ്ങനെയല്ല കേട്ടോ. ഏതും പൊന്നും പോണ സ്കൂളിൽ 8:40 അവർ കയറണം. അതിനുശേഷം അവർ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ടാക്സി 8 മണി 7:50 8 മണിയാകുമ്പോഴത്തേനും അവരുടെ ടാക്സി വരും. അവരപ്പോഴത്തേനും അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് അവർ റെഡിയായിട്ട് നിന്നോളും. അപ്പോൾ ഇതേ ഓൾമോസ്റ്റ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് വെള്ളം എടുക്ക്, ബോട്ടിൽ കഴുകി വെച്ചതിൻ്റെ അവിടെ പുറത്ത് വെച്ചിട്ടുണ്ടാവും. വെള്ളം ആദ്യം ഞാൻ എടുത്ത് വെക്കും, ഇപ്പം ഞാൻ എടുത്തൊന്നും വെക്കത്തില്ല. അവരുടെ കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യും. ലേറ്റായാലും അതായത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അതൊക്കെ എടുത്ത് വെച്ച് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് അവരെ കൊണ്ട് തന്നെ എല്ലാം ചെയ്യിക്കും. എലി ഗുഡ് ഗേളായിട്ട് സ്കൂളിൽ പോകാമാണ്. എലി ഗുഡ് ഗേളാണ്. എലി സ്കൂളിൽ പോയിട്ട് ABCD പഠിച്ചപ്പാണ്. ABCD പഠിച്ചപ്പാണ് ഹെലി. ആണോ? ആ ഹെലിക്ക് ABCD വേണ്ടാന്ന്. എന്നാൽ 1 2 3 ആയാലോ? ഒരു 1 2 3 പഠിച്ചാലോ? എന്നാന്ന് 1 2 3 വേണ്ട. എന്നിട്ട് വേണ്ടെന്ന് നേഴ്സറി റൈംസ് പഠിച്ചണ നോക്കിട്ട്. നേഴ്സറി റൈംസാണ് പഠിച്ചാൽ പോണത്. എൻ്റെ കത്താവി. ഒരു ഗുഡ് ഗേൾ എവിടെയാൻ വേണ്ടി? ഒരു ഗുഡ് ഗേൾ എവിടെയാൻ വേണ്ടി? ഗുഡ് ഗേള് ഇപ്പോൾ കെയർ വരും. 8:30 കെയർ വരുമ്പോൾ നമുക്ക് അവളുടെ തനി സ്വഭാവം മനസ്സിലാവും. സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര മടിച്ചിയാണ്. അപ്പം കെട്ടിപ്പിടുത്തവും കരച്ചിലും. പിന്നെ ആ പിള്ളേരുടെ അടുത്തൊന്നും പോയിട്ടൊന്നുമില്ല. 2 ആഴ്ചത്തെ അവധി കഴിഞ്ഞുകൊണ്ട് പോകണം. അതിനോട് പ്രത്യേകിച്ച് ഇന്ന് മടി കൂടുതലായിരിക്കും. ഇപ്പം അതിനെക്കുറിച്ച് അവൾ ചിന്തിക്കുന്നില്ല കേട്ടോ. പിള്ളേരത്തിനെ കാണുമ്പോൾ തുടങ്ങും. പിന്നെ അവൾ സ്കൂളിലേക്ക് പോകും. സ്കൂളിൽ ആ കെയറുണ്ട് ഫുൾ ടൈം. അതായത് ഞാൻ പോയി ഇവളെയും കെയറിനെയും കൂടി എടുത്തുകൊണ്ട് വരും. വൈകുന്നേരം 3 മണിയാകുമ്പോൾ അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇവളുടെ ജാക്കറ്റും ഷൂ ഒക്കെ പുള്ളിക്കാരി പറ്റുകയാണെങ്കിൽ ഊരിയൊക്കെ വെച്ച് പുള്ളിക്കാരി പോകും. 3:30 വരെയാണ് വൈകുന്നേരം ഉള്ളത്. പിന്നെ അപ്പോൾ അത് ചേട്ടന്മാരൊക്കെ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടോ. കുഞ്ഞൊരു കാലിപ്പോൾ ബെറ്റർ ആയിട്ടുണ്ട്. ചെറിയ പൊട്ടലുണ്ടായിരുന്നു. സ്കൂളിൽ കൊണ്ടുപോകുന്നത് ഒരു ഐപാഡ്, ഒരു വാട്ടർ ബോട്ടിൽ, ഇത് മാത്രമേ ഉള്ളൂ സ്കൂളിൽ ഇപ്പോൾ കൊണ്ടുപോയി. പണ്ട് നമ്മൾ കൊണ്ടുപോയ പോലെ ബുക്കും ഇതൊന്നുമില്ല. ഇപ്പോൾ ഒരാൾ 9-ലും ഒരാൾ 8-ലുമാണ്. അതായത് സെക്കൻഡറി സ്കൂളാണ്. പ്രൈമറി സ്കൂൾ എന്ന് പറയുന്നത് 6ാം ക്ലാസ് വരെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡറി. അങ്ങനെ ഇതും പൊന്നും പോവാൻ കേട്ടോ. ബായ്. എലി സ്കൂളിൽ പോകാൻ റെഡിയായല്ലോ.
എവിടെയാ സ്കൂളിൽ പോ റെഡിയായി നോക്കിട്ട് സുന്ദരിക്കുട്ടി എവിടെയാ അങ്ങനെ ഹെലിയുടെ ഫസ്റ്റ് ഡേക്ക് ഹെലിയും സ്കൂളിൽ പോവാണ്. ആ നമ്മുടെ ഇതും പൊന്നൊക്കെ സ്കൂളിൽ വിട്ട് വന്നു കേട്ടോ. സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞപ്പോ നല്ല വിശപ്പാണല്ലോ. ആ 2 hours ആയി. സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇവർക്ക് കൊടുക്കുന്ന ചോറാണ്. ഇവര് ആദ്യം തന്നെ ചോറുണ്ടില്ലെങ്കിൽ പിന്നെ ഇവര് ചോറുണ്ടൂല. പിന്നെ നമ്മുടെ ഈ കബോർഡിലുള്ള സാധനങ്ങളെല്ലാം അവര് തിന്നു തീർക്കാൻ ശ്രമിക്കും. ആര് പറഞ്ഞു? ഒന്നുമില്ലടാ ഇതിനകത്ത്. അതിനകത്ത് ബിസ്ക്കറ്റ് ഉണ്ട്, കേക്ക് ഉണ്ട്, അങ്ങനെ സാധനങ്ങളൊക്കെ ഇരിക്കല്ലേ. അത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നിട്ടല്ലേ? ഇവർക്ക് ഇഷ്ടമായിട്ട് അതിനകത്ത് ഇഷ്ടംപോലെ പ്ലം കേക്ക് ഒക്കെ ഇരിക്കുന്നത്. ഇവരത് തിന്നുന്നു വിചാരിച്ച് വാങ്ങിച്ചു, പക്ഷെ ഇവരത് തിന്നില്ല. പിന്നെ മറിയു ആണെങ്കിൽ മറിയു ഉണ്ടല്ലോ സ്കൂളിൽ നിന്ന് നേരത്തെ വന്നു. മറിയു നേരത്തെ വന്നേ. മറിയു സിക്കായി സ്കൂളിൽ വെച്ച്. സിക്കായി കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു വരാൻ പറഞ്ഞു, കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി അവളെ കൊണ്ടുവന്നു. പക്ഷെ അതിന് ശേഷം ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ. ആ സ്കൂളിൽ വെച്ച് സിക്കായതേ ഉള്ളൂ. അതിന് കുഴപ്പമുണ്ടായില്ല. ഞങ്ങൾക്ക് ഇതേ കറിതേ മുട്ട പൊരിച്ചതും പിന്നെന്താടാ ചോറും പിന്നെന്താ കറിയാ? അതെന്താ കറിയാ? നിനക്കറിയാലോ? മോര്. മോര് കറിയാണ്. അല്ല, മോരുകറി. കായൊക്കെ ഇട്ട് വെച്ച മോരുകറിയും ഇതുമാണ് കറി. ഇന്ന് പ്രത്യേകിച്ച് കറിയൊന്നും വെക്കാൻ പറ്റിയില്ല. അവിടുത്തെ അക്കരു എവിടെയാ? അവിടെ സുന്ദരിക്കുട്ടി എവിടെയാ? സുന്ദരിക്കുട്ടി എവിടെയാ? എവിടെയാ അമ്മയുടെ സുന്ദരി മോള്? എവിടെയാന്ന് സുന്ദരി മോള്? സുന്ദരി എവിടെയാണ്? അവിടെ സുന്ദരി വാവാ. അടുത്ത സുന്ദരി മോള്. എൻ്റെ അപ്പോ കള്ളിപ്പെണ്ണ് എവിടെ? ഓ കുറുമ്പി പെണ്ണ് എവിടെ? നോക്കിയടാ. ചക്കര മോള് എവിടെ? ഓരോ തവണ വിളിക്കുമ്പോൾ നിന്ന് അവിടെ നോക്കി. കുഞ്ഞാറ്റ മോള് എവിടെ? ആ ഇനി വന്ന് മതി. അമ്മയുടെ മുത്തെവിടെ? അമ്മയുടെ മുത്തെവിടെയാ? ചേട്ടയുടെ മുത്തെവിടെയാ? ചക്കര എവിടെ? ചക്കര എവിടെ വന്നേ? ഇങ്ങനെ വന്നേ. ആടി ആടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കള്ളിപ്പെണ്ണ്. കുറുമ്പി പെണ്ണെവിടെ? കള്ളിപ്പെണ്ണെവിടെ? മമ്മിയുടെ കുറുമ്പി പെണ്ണെവിടെ?